നിങ്ങൾ എന്നെ പറഞ്ഞു എന്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിനും പൂട്ടുന്നു. നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലേ. ഇപ്പൊ ഞാൻ മോഡലായിട്ട് ഒരു പിക്ചർ ഇട്ടാൽ തന്നെ അവര് പറയും തുണിയില്ല, സ്കിൻ കാണിക്കുന്നു. ആ ഡിസൈനറിന്റെ ഡിസൈനാണ് ഞാൻ ഇടുന്നത്. എനിക്ക് തുണിയില്ല എന്നൊരു പിക്ചർ എടുക്കിട്ടാന്നേ ഉള്ളൂ അവര് പറയുന്ന രീതി വെച്ചിട്ട്. എന്റെ അവസാനത്തെ ആഗ്രഹം ഇത്. മേലാൽ എന്റെ പൂടിയന്റെ ചുറ്റുവട്ടത്തിൽ എങ്ങനെ കണ്ടാൽ എന്റെ കാൽ അടിച്ചിട്ട് ഞാൻ എൽഷേപ്പാക്കും. ഈ വിവരമില്ലാത്ത കുറേയും ഈ മഞ്ഞക്കാരിപ്പുണ്ട്, കുറേ ആൾക്കാർ. അവരാണ് ഇത് ഇടുന്നത്. അത് അവരുടെ ജീവിതോപാധി, വല്ലവന്റെയും ലൈഫ് വിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അത് അവരുടെ അസുഖമാണ്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. അത് അവരുടെ അസുഖമാണ്. നമ്മൾ അതിനെ അങ്ങനെ കണ്ടാൽ മതി. അയ്യോ, അസുഖമുള്ള കുറച്ച് ആൾക്കാരെ നമ്മൾ കണ്ടു കഴിഞ്ഞാലേ ഒരു സഹതാപം നമുക്ക് അവരോട് തോന്നുള്ളൂ. എനിക്ക് സഹതാപേ ഉള്ളൂ അവരുടെ അടുത്ത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുമ്പോൾ അവർ ഏതോ മറയത്തിരുന്നിട്ട് കണ്ടവന്റെ ജീവിതം വിറ്റ് ജീവിക്കുന്ന ആൾക്കാർ. അവർക്ക് എന്ത് റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണ്ടേ? എന്ത് റെസ്പെക്ട് അവർക്ക് കിട്ടുന്നു? നമ്മൾ അങ്ങനെ ചിന്തിച്ചാ പോരെ? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. അതിൽ വേണ്ട തെണ്ടി. ഞാൻ വെല്ലുവിളിക്കുന്നു. കഷ്ടപ്പെട്ട് ജീവിക്കാൻ അവർ തയ്യാറാണോ? നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വെയിലത്തും മഴയത്തും രാത്രി ഉറക്കമില്ലാതെ നമ്മൾ ജോലിയെടുത്ത് ജീവിക്കുന്ന പോലെ ജീവിക്കാൻ അവര് തയ്യാറാണോ? ഇവനല്ലെങ്കിൽ ഇതിനെ കൂലി വേണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കടന്ന് കറങ്ങണത്. എടാ മാരുതി, നീ പോടേ, വല്ല കൂലി കിട്ടുന്ന ജോലിക്ക് പോടേ. അവർക്ക് അതുകൊണ്ട് പറ്റില്ല. അവർക്ക് അവിടെ നിന്ന് കമന്റ് ഇടാനേ പറ്റുള്ളൂ കുഞ്ഞെ. ഞാനത് പറയുന്നത്, അവർക്ക് അവിടെ നിന്ന് കമന്റ് ഇടാനേ പറ്റുള്ളൂ. പണിയെടുക്കാൻ പറ്റില്ല. ഞാനത് പറയുന്നത്, അവർക്ക് അവിടെ നിന്ന് കമന്റ് ഇടാനേ പറ്റുള്ളൂ. പണിയെടുക്കാൻ പറ്റില്ല. എന്തിന്? ഞാൻ അവരുടെ ചെലവിലല്ല, ഞാൻ കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്ന. ഞാൻ അവര് പറയുന്ന ഒരു കമന്റിന് വേണ്ടി എന്റെ ജീവിതം തുറയ്ക്കാൻ ഞാനില്ല. കൈ കിട്ടി അവരെ തല്ലി ഞാൻ കാലൊടിക്കും. എന്റെ കൊച്ചിനെ പറയുന്നോടാന്ന് ചോദിച്ചു. ഇങ്ങനൊന്നും ചെയ്യില്ല. അഞ്ചാറബത്തൊക്കെ എല്ലാവർക്കും പറ്റേ. നിങ്ങൾ എന്നെ പറഞ്ഞോ, എന്റെ പ്രൊഫഷൻ പറഞ്ഞോ, ഞാൻ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞോ, എനിക്ക് ഒരു പുല്ലുമില്ല. പക്ഷെ എൻ്റെ കുടുംബത്തിൽ കയറി കളിച്ചാൽ, എൻ്റെ ഫാമിലി, എൻ്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിനും പൂട്ടും. ഇയാളത്ര ശരിയല്ലെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. ഒരു പാതിരായിക്ക് എന്റെ മുറി കയറി വന്നല്ലേ. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വീട്ടിൽ വെച്ച് കൊല്ലണം. മാത്തച്ഛൻ എന്ത് പറയുന്നു? അതുകൊണ്ട് അല്ലെ, ആക്ച്വലി അതുകൊണ്ട് ഇനിയുള്ള ജീവിതം കണ്ടവന്മാർക്ക് വേണ്ടിയിട്ട് തല പുകയ്ക്കാതെ നമ്മുടെ ജീവിതം നമ്മൾ സന്തോഷമായിട്ട് ജീവിച്ചു തീർക്കാന്നുള്ളതേ ഉള്ളൂ. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ.